തന്റെ കാമുകിയുടെ പ്രണയം ലഭിക്കുന്നതിനുവേണ്ടി നിനക്ക് എന്തു വേണമെങ്കിലും ഞാൻ കൊണ്ടുതരും എന്ന് യുവാവ് പറയുന്നു. അപ്പോൾ ആ സമയത്ത് ആകാശത്ത് കൂടി ഒരു വാൽനക്ഷത്രം പോകുന്നു. അപ്പോൾ കാമുകി പറയുന്നു, എനിക്ക് ആ നക്ഷത്രം വേണമെന്ന്. ആ നക്ഷത്രം കൊണ്ടുതരികയാണെങ്കിൽ ഞാൻ നിന്നെ പ്രണയിക്കാം. അപ്പോൾ തന്നെ യുവാവ് ആ നക്ഷത്രത്തെ പിന്തുടരുന്നു. അപ്പോൾ ആ നക്ഷത്രം തൊട്ടടുത്തുള്ള മാന്ത്രിക ഗ്രാമത്തിൽ പ്രവേശിക്കുന്നു. യുവാവും അവിടെയുണ്ടായിരുന്ന കാവൽക്കാരനെ കബളിപ്പിച്ച് അങ്ങോട്ട് പ്രവേശിക്കുന്നു. ആ നക്ഷത്രം ഭൂമിയിൽ പതിക്കുന്നു. ആ നക്ഷത്രം ഒരു പെൺകുട്ടിയായി മാറുന്നു. യുവാവ് നക്ഷത്രം പതിച്ച ഭാഗത്ത് വന്നു നോക്കുമ്പോൾ അവിടെ ഒരു പെൺകുട്ടിയെ കാണുന്നു. അപ്പോൾ അവൻ ആ പെൺകുട്ടിയോട് ചോദിക്കുന്നു, ഇവിടെ ഒരു നക്ഷത്രം പതിച്ചിരുന്നുവല്ലോ, അത് എവിടെയാണ്? അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, ആ നക്ഷത്രം ഞാൻ തന്നെയാണ്. അപ്പോൾ ആ യുവാവ് പറയുന്നു, അതെയോ, എങ്കിൽ ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു. എനിക്ക് എന്റെ കാമുകിക്ക് സമ്മാനിക്കാനാണ്. എന്നിട്ട് അവളെ ബന്ധിച്ച് വലിച്ചു കൊണ്ടുപോകുന്നു. ആ നക്ഷത്ര പെൺകുട്ടിയെ കൊണ്ടുപോകുന്നതിനായി പലരും എത്തുന്നു. ഒരു മന്ത്രവാദിനി അവളെ പിടിച്ച് അവളുടെ ഹൃദയം ഭക്ഷിച്ച് 1000 വർഷക്കാലം ജീവിക്കുന്നതിനായി അവളെ അന്വേഷിച്ചു നടക്കുന്നു. ആ മാന്ത്രിക ലോകത്തിലെ രാജാവ് മരിക്കാൻ കിടക്കുമ്പോൾ തന്റെ പിൻഗാമിയെ തീരുമാനിക്കുന്നതിനായി ഒരു രത്നമാല വലിച്ചെറിയുന്നു. ആ മാല തിരികെ കൊണ്ടുവരുന്ന ആൾ കിരീടാവകാശി ആയിരിക്കും എന്ന് രാജാവ് പറയുന്നു. ആ മാല പോയി വീഴുന്നത് ആ നക്ഷത്ര പെൺകുട്ടിയുടെ കഴുത്തിലാണ്. രാജാവാകുന്നതിന് ആ മാല ലഭിക്കുന്നതിനുവേണ്ടി യുവരാജാക്കന്മാരും അവളെ അന്വേഷിക്കുന്നു. യുവാവ് നക്ഷത്ര പെൺകുട്ടിയെയും കൊണ്ട് ആ മാന്ത്രിക ലോകത്തിലൂടെ പോകുമ്പോൾ ഒരു ആകാശക്കപ്പലിൽ കയറുന്നു. ആ ആകാശക്കപ്പലിൽ വെച്ച് അവർ പ്രണയത്തിലാകുന്നു. ആകാശക്കപ്പലിലെ ക്യാപ്റ്റൻ അവരെ സംരക്ഷിക്കുന്നു. മന്ത്രവാദിനിയും യുവരാജാവും അവരെ പിടിക്കുവാനെത്തുന്നു. നക്ഷത്ര പെൺകുട്ടിയുടെ ശക്തിയാൽ അവർ രക്ഷപ്പെടുന്നു. പിന്നീട് ആ യുവാവാണ് ആ മാന്ത്രിക രാജ്യത്തിന്റെ യഥാർത്ഥ കിരീടാവകാശി എന്ന് മനസ്സിലാകുന്നു. തുടർന്ന് ആ യുവാവ് അവിടുത്തെ രാജാവാകുന്നു. നക്ഷത്ര പെൺകുട്ടിയെ അവൻ വിവാഹം ചെയ്യുന്നു. അവരുടെ വിവാഹത്തിൽ ആ യുവാവിന്റെ മുൻകാമുകിയും പങ്കെടുക്കുന്നു. ഇവിടത്തെ കിരീടാവകാശിയെ ആണല്ലോ താൻ നിരസിച്ചത് എന്ന് അവൾ കരുതുന്നു. അങ്ങനെ കുറെ കാലം ആ യുവാവും നക്ഷത്ര പെൺകുട്ടിയും സന്തോഷത്തോടെ കഴിയുന്നു. യുവാവ് വയസ്സായി മരിച്ചുപോയപ്പോൾ നക്ഷത്ര പെൺകുട്ടി തന്റെ നക്ഷത്ര ലോകത്തേക്ക് തിരികെ പോകുന്നു.